മൂന്നാമതും ദീനിയായിരുന്നു. അതിന്റെ തെളിവാണ് പ്രായപൂർത്തിയായ സമയം മുതൽ ഞാൻ സുബഹി ഖളായാക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് റളിയല്ലാഹു പറഞ്ഞുകൂടെ? അള്ളാഹു അവരുടെ ഖബറുകൾ സന്തോഷമാക്കി കൊടുക്കട്ടെ. കണ്ടോ ഇപ്പൊ മാറ്റം വന്നു. അപ്പോ അദ്ദേഹം ഉണ്ടാക്കിയതാണത്. 300 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പൂന്തോട്ടം. ഇന്നും ഇംഗ്ലണ്ടിൽ വെച്ച് ആരാധിക്കുന്ന മയൂര സിംഹാസനങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു കൊടുത്തത്, പണി കഴിയിപ്പിച്ചു കൊടുത്തത് മുസ്ലിങ്ങളാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സംഭാവനകൾ ചെയ്തു കൊടുത്ത മുസ്ലിമീങ്ങളുടെ പിൻഗാമികളായ ഇന്നത്തെ മുസ്ലിമീങ്ങളെ ഒരു വിഭാഗം ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല. പണമുണ്ട്, ധൈര്യമുണ്ട്, അംഗസംഖ്യയുണ്ട്, ദേശക്കൂറുണ്ട്, ദേശത്തിന് വേണ്ടി ഒരുപാട് നിർമ്മാണങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പിന്നെ എന്തേ പരാജയം? വിമോചനത്തിന്റെ കാഹളം മുഴക്കിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ എന്തിനാണൊരു വെറുപ്പ്? നമ്മൾ എന്തിനു വെറുക്കുന്നു? ഒറ്റ മറുപടി, ഒരേ ഒരു മറുപടി മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖുർആൻ ഓതി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലാ തഹ്നൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗൻ. മുസ്ലിമീങ്ങളെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾക്കൊരു ബേജാറും വേണ്ട. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ. ഔന്നത്യത്തിന്റെ ഉത്തുംഗ പദവികളിൽ വിരാജിക്കാനുള്ള പരമമായ അവകാശം നൽകപ്പെട്ടത് മുസ്ലിങ്ങളെ നിങ്ങൾക്കാണ്. അള്ളാന്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കൊരു ബേജാറുമില്ല, വിഷമവും വരൂല, നിങ്ങൾ ഉന്നതന്മാരാ. ഖുർആൻ പറഞ്ഞത് തെറ്റാകുമോ? പറയൂ. ഒരിക്കലുമില്ല. അതിന്റെ അടിയിൽ അള്ളാഹ് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ആയത്തിന്റെ ബാക്കി, ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ഒരു സാമ്രാജ്യ ശക്തിക്കും കഴിയില്ല. നിങ്ങൾ എന്താവണം? മുഅ്മിനീങ്ങളാവണം. ഇസ്ലാം നിത്യദർശനം അങ്ങ് പറയുമ്പോ അടിസ്ഥാനമായി മനസ്സിലാക്കിക്കോ, നിങ്ങൾ മുഅ്മിനീങ്ങളാവണം. ആ ഈമാൻ നമുക്കുണ്ടോ? പറയൂ. സുന്നി പറയുമ്പോ അത് ശരിയാ, ഉസ്താദ് പറഞ്ഞ എത്ര കറക്റ്റാ. നാളെ വേറെ ഒരുത്തന്റെ പ്രസംഗം അവിടെ നിന്ന് കേൾക്കുമ്പോ അതിലും ഉണ്ട് കാര്യം. മറ്റേന്നാ വേറെ ഒരാൾ പറയുമ്പോഴോ അവര് പറഞ്ഞത് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അടിവേരില്ല നമുക്ക്. നമ്മിൽപ്പെട്ട പലർക്കും അടിവേരില്ല. യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അൽ-അഖിലതു ഇലാ കിസ്അതിഹാ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആർത്തി പിടിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, നല്ല സുപ്രയിലേക്ക് അവരെ കൊണ്ടുപോയി വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തിയ സുപ്രയിലേക്ക് കൊണ്ടുപോയി ആർത്തിയുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ ഇരുത്തിയാൽ അവരെങ്ങനെ അത് ശാപ്പാടകത്ത് കയറ്റും? അതിനേക്കാൾ ആർത്തിയോടുകൂടി, അതിനേക്കാൾ ആവേശത്തോടുകൂടി മുസ്ലിങ്ങളെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കാലം വരും. മക്കയുടെ മാനസപുത്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാ. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ആക്രമിക്കാൻ ആളുകൾ വരുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ, അല്ല എന്നു മാത്രമല്ല, ബൽ അന്തും കസീർ, നിങ്ങൾ ധാരാളമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതാ, എണ്ണത്തിൽ എമ്പാടുമുണ്ടാകും. 140 കോടിയോട് അടുത്തിട്ടുണ്ടെന്നാ പിന്നൊരു കണക്ക്. 120 കോടിയിൽ ഒട്ടും കുറയില്ല. എണ്ണത്തിൽ ഒരുപാടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. പിന്നെന്താ പ്രശ്നം? എത്ര നല്ല ഉദാഹരണ പറഞ്ഞത്. നമ്മുടെ നാടന്മാർക്ക് മനസ്സിലാവും.